ലോക്കലായിട്ട് നമ്മൾ മറ്റു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു സംയോഗത്തിൽ ഒരു എൻകോർ മീറ്റിംഗ് ആണ് നമ്മളിവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവരും ഒരു സംയുക്തമായിട്ടുള്ള ഒരു യോഗമായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ്സ് കുറിച്ച് നമുക്ക് 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒന്നും നമുക്ക് ആൾക്കാരിനെ ഒരു നല്ല ബോധവൽക്കരണം ഇതിൽ ആവശ്യമാണ്. എന്താണ് ഇത് ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അറിയാതെ കുറേ ആൾക്കാർ ഇതിൽ പറ്റുപോകുന്നുണ്ട്. സോ ഇത്രയും ഇങ്ങനെ എന്തെങ്കിലും ഈ ഡ്രഗ്സിൻ്റെ മാഫിയ അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചും ഒരു വിവരമുണ്ടെങ്കിൽ എവിടത്തേക്കാണ് അറിയിക്കേണ്ടതും, പിന്നെ ഈ ലഹരി വിരുദ്ധ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും സംയുക്തമായിട്ട് ഒരു പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളതും, ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. അതുപോലെ തന്നെ രണ്ടാമത്തും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയനാട് ജില്ല 3 സംസ്ഥാനത്തിൻ്റെ ഒരു ഇൻ്റർജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. തമിഴ്നാടും കർണാടക അതുപോലെ തന്നെ കേരളം. അതായത് കൊണ്ട് നമുക്ക് ഈ ഈസി ആയിട്ട് നമുക്കൊരു ആക്സസ്സും ഇതിൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാം. സോ എൻഫോഴ്സ്മെൻറ്റ് നമുക്ക് ശക്തമായിട്ട് നമുക്ക് തുടരേണ്ടതുണ്ട്. നമ്മുടെ ചെക്ക് പോസ്റ്റിലെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയാസ്പദമായിട്ടുള്ള പാർസലോ ഇല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള ആൾക്കാരുടെ ഒരു യോജിപ്പോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇതിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഒരു നല്ല ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, ഒരു തവണ ഇതിൽ പോവുകയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ പോകും. സോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും നമ്മൾ സ്കൂൾ ലെവലിലും ചെയ്തു വരുന്നുണ്ട്.